ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ദേ രാവിലെ ആയിട്ടുണ്ട്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് മോനെ സ്കൂളിൽ വിടണം. ആ കൂട്ടത്തിൽ എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കയിലെ ഫിഷ് ടാങ്കാണ് കേട്ടോ. അതിൽ നിറയെ ഗപ്പി കുഞ്ഞുങ്ങളിങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. കുഞ്ഞാപ്പി രാവിലെ വന്ന് അതിനെയൊക്കെ ഒന്ന് കോരാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. കപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ പൂവൊക്കെ പിച്ചി അങ്ങനെ ഇട്ടിട്ടുണ്ട്. കപ്പൊക്കെ അവിടെ ഇട്ടിട്ട് ആൾ പോയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞിക്കിളികളുടെ ഫുഡൊക്കെ മാറ്റി വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ദേ മോനെ സ്കൂളിലാക്കണം. അതുവഴി അമ്പലത്തിലൊന്ന് പോകണം. അപ്പോൾ ചേട്ടനും കൂടി ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ ദേ കൊച്ചൂട്ടൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പം അവിടെ ഒന്ന് കയറണം. അപ്പോൾ അറവാട് അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവനൊരു വിഷമം വരണ്ടല്ലോ എന്ന് കരുതിയാണ് അവൻ്റെ സ്കൂളിൻ്റെ പറ്റിയുള്ള അമ്പലത്തിൽ കൂടി അവനെയും കൂട്ടി പോകുന്നത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അറവാട് അമ്പലത്തിലേക്ക് പോകാമെന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനത്തെ ഞങ്ങൾ രക്തശ്ശേരി അമ്പലത്തിലാണ് ആദ്യം ചെന്നത് കേട്ടോ. അതിൻ്റെ നേരെ പുറകിൽ കാണുന്നതാണ് കൊച്ചൂട്ടൻ്റെ സ്കൂള്. നേർക്കുന്നം SD സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. ഹൈവേ സൈഡിൽ തന്നെയാണ് സ്കൂൾ. അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ചേച്ചിയെ കൂടി കണ്ടു കേട്ടോ. അങ്ങനെ രാവിലെ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. അതിനുശേഷം മോനെ സ്കൂളിലാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അറുവാട് അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പം വൃശ്ചിക മാസമൊക്കെ ആയതിനാൽ അവിടെ നല്ല പാരായണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അമ്പലത്തിലിരിക്കാൻ നേരത്ത് എന്തോ ഒരു ശാന്തസുന്ദരമായ ഒരു ഫീലിങ്സ് ആണല്ലേ കിട്ടാറുള്ളത്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ എപ്പോഴും തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇരിക്കണമെന്നല്ലേ പറയാറ്. അങ്ങനെ ദുർഗാദേവി നടയിൽ കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ കുഞ്ഞാപ്പി ആ സമയം കൊണ്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അവൻ എവിടെ ചെന്നാലും മിഠായി വേണമല്ലോ. മിഠായിയും കൊണ്ട് തിന്നോണ്ടിരിപ്പാണ്. വായിൽ പല്ലൊക്കെ പോയിരിക്കുകയാണെങ്കിലും മിഠായി വാങ്ങിച്ചു കൊടുക്കാതെ ഒരു രക്ഷയില്ല. ആൾ ബഹളം വെച്ച് വാങ്ങിക്കും. പിന്നെ അതേ ഞങ്ങൾ നേരെ പമ്പിൽ പോയി വണ്ടിയിൽ എണ്ണയടിച്ചു. അതിനുശേഷം ഒരു പോലീസ് ജീപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് സല്യൂട്ട് അടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അവിടെ ഇറങ്ങി കുഞ്ഞാപ്പി. പിന്നെ അടുത്ത അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. കുഞ്ഞാപ്പി മസാല ദോശ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മസാല ദോശ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, മസാല ദോശ വെയിറ്റ് ചെയ്തുള്ള ഇരിപ്പാണ് കാണുന്നത്. പക്ഷേ മസാല ദോശ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നെയ് റോസ്റ്റ് ആയിരുന്നു. പിന്നെ വേറെ കടയൊന്നും കയറിയില്ല. നെയ് റോസ്റ്റ് തന്നെ വാങ്ങിക്കൊടുത്തു. പിന്നെ പൊറോട്ടയാണ് വാങ്ങിയത്. കുഞ്ഞാപ്പിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല അവന്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാൻ പയ്യെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ബാക്കി ജോലികൾ തുടക്കമായി. തുണി കഴുകാനുള്ളതൊക്കെ ആദ്യം എടുത്തിട്ടു. പിന്നെ അമ്മ മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കറി വെക്കാനും കുറച്ച് വറുക്കാനുമായിട്ട് മാറ്റി വെച്ചു. കുഞ്ഞാപ്പിക്കൊക്കെ വറുത്ത മീനാണ് കൂടുതലിഷ്ടം. അങ്ങനെ വറുക്കാനുള്ള മീൻ പുരട്ടി മാറ്റി വെച്ചു. തേങ്ങ അരച്ചു മീൻ കറിക്കകത്തൊക്കെ ഒഴിച്ചു. കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ തുണി കഴുകാൻ എന്തായാലും ഇട്ടല്ലോ. അപ്പോൾ ആദ്യം മീൻ കറി അടുപ്പിലേക്ക് വെച്ചേക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റൊക്കെ അങ്ങനെ വാടിക്കരിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അതിനൊക്കെ ഒന്ന് കുറച്ച് വെള്ളം തെളിച്ച് വെച്ചു. പിന്നെ ഇത് ഈ ചട്ടി കണ്ടോ, നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് ചട്ടി വെണ്ണ വാങ്ങിയ കുഞ്ഞു ചട്ടിയാണിത് കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു മല്ലിത്തണ്ട് ഇങ്ങനെ ഒടിച്ച് വെച്ചിട്ടുണ്ട്. കിളുക്കട്ടെ എന്നും എഴുതി വെച്ചതാണ് കേട്ടോ. ഇന്നുള്ളൊരു ദിവസം ഞാനിങ്ങനെ വെച്ചത് കിളുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ദേ കറിയൊക്കെ തിളച്ച് വന്നു. കറി അടുപ്പിലാക്കി. ഇത് രാവിലെ വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ കൊച്ചൂട്ടൻ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇതാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ച് പീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് രാവിലെ അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും 2 പീസ് മാറ്റി വെക്കും. പിന്നെ ഇച്ചിരി വെജിറ്റബിൾ റൈസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. വെജിറ്റബിൾസൊക്കെ ഇട്ട് അതും ആ ചിക്കൻ കറിയായിട്ടാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ദേ നമ്മുടെ മീൻ വറുക്കാനും ഉള്ളതൊക്കെ അടുപ്പിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം കുഞ്ഞാപ്പിക്കും കൊച്ചൂട്ടനും മീൻ കറിയോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് വറുത്ത മീൻ 2 ഉണ്ടെങ്കിൽ ചോറ് തിന്നാനായിട്ട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് 2, 3 വറുത്ത മീനൊക്കെ അടുപ്പിൽ വെച്ചു. അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് ചെയ്യാറ്. 2, 3 ജോലികളാണ് ഒരേ ടൈമിൽ ചെയ്ത് തീർക്കുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അവൻ ബഹളം വെക്കാൻ തുടങ്ങും. അവൻ്റെ പുറകെയുള്ള ഓട്ടമാണ്. പക്ഷേ ഇന്ന് അച്ഛനുള്ളത് കാരണം അച്ഛനുമായിട്ട് കളിച്ചിരുന്നോളും. അത് കാരണം എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് നടന്നു. അപ്പം ദേ പടിഞ്ഞാറ് വശം മാറി കാറ്റത്ത് നല്ല കാറ്റാണ് അവിടെ. ബീച്ച് സൈഡായത് കാരണം പായിട്ടൊക്കെ അവിടെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ അച്ഛനെയും കൂട്ടി ദേ അവിടെ പോയി പായിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് കളിക്കുകയാണ് കുഞ്ഞാപ്പി. കുറേ സമയം ഇങ്ങനെ അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെ വെളിയിലൊക്കെ പോയി ഇരുന്ന് കളിച്ചോളും. ഞങ്ങളുടെ പുറകുവശം നിറച്ചും വാഴകളാണ് കേട്ടോ. 2, 3 വാഴയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൊലച്ച് നിൽപ്പുണ്ട്.
കുഞ്ഞാപ്പി ഇത് എപ്പോഴും ഇവിടെ നിന്നാണ് ഊഞ്ഞാലാടാറ്. കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്ന് ഊഞ്ഞാലാടിയിട്ട് പിന്നെ അവിടെ പോയി ഇരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കടയാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛന് ചെറിയൊരു കടയുണ്ട്. ചായക്കടയാണ്, എന്നാലും കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കരിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊണ്ട് ബഹളം വെപ്പിച്ച് അവർ കരിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ കേട്ടോ, ഇളനീര്. അത് കുടിച്ച് അതിൻ്റെ കരിക്കൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ കൊണ്ട് ഒരു കരിക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് വെട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ദേ ഞങ്ങളുടെ വാതിക്കൽ ഇതൊരു പിയാനോ സ്റ്റാൻഡായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗമില്ല. അപ്പോൾ ഞാനോർത്ത് നമുക്കൊരു ഷൂ റാക്ക് പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവന്മാർ തന്നെ ചെരുപ്പൊക്കെ ഇപ്പോൾ ഊരി അതിൽ കൊണ്ടിങ്ങനെ അടക്കി വെക്കും. ചെരുപ്പൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി കിടക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇങ്ങനെ അടുക്കി വെക്കുന്നത്. പിന്നെ അതേ കുഞ്ഞാപ്പിക്കുള്ളൊരു കാര്യമാണ്, നമ്മൾ ധൃതിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അച്ഛൻ്റെ സൈക്കിളാണ് കേട്ടോ. ഓടി വന്നിട്ട് പറയും, അമ്മയെ സൈക്കിളെ പിടിച്ചതാ, എനിക്കിങ്ങനെ കറക്കണമെന്ന്. പക്ഷേ ഇത് അപകടം പിടിച്ചൊരു കളിയാണ്, എങ്കിലും അവൻ ബഹളം വെക്കും. അവനിങ്ങനെ പിടിച്ചു കൊടുക്കണം നമ്മളൊരാളെ. ഇങ്ങനെ കറക്കി കളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇത് നമ്മൾ ധൃതിയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് വന്നിങ്ങനെ നിർത്തുന്നത്. അങ്ങനെ ദേ വൈകുന്നേരമായി. പിന്നെ സ്കൂളിൽ പോയി ചേട്ടായിനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനുള്ള ദിവസം സ്കൂൾ ബസ്സിൽ വരാറില്ല, അടുത്ത് തന്നെയല്ലേ സ്കൂൾ. അപ്പോൾ അച്ഛനുമായിട്ട് കൂട്ടിപ്പോയി വിളിച്ചുകൊണ്ടാണ് വരാറ്. അങ്ങനെ ചേട്ടായിയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ചേട്ടായിയുടെ സ്കൂളിൽ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ പിള്ളേരുമായിട്ടും നല്ല കൂട്ടാണ് കുഞ്ഞാപ്പി. എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറേ സമയം അങ്ങനെ ഇരിക്കും. പിന്നെ ഒരു 4-4:15 ആയപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞാപ്പി നേരെ അപ്പാപ്പൻ്റെ കടയിലേക്ക് പോയി. കൊച്ചൂട്ടൻ നേരെ അടുക്കളയിൽ പോയി അപ്പാപ്പൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് തപ്പി അതൊക്കെ വാങ്ങി എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ്. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷന് വന്നിട്ട് അമ്മ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി, എനിക്കൊരു പുതിയ ചെരുപ്പ് വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചൂട്ടൻ പറഞ്ഞു. അങ്ങനെ നേരെ അമ്പലപ്പുഴയിൽ പോയി അവനൊരു ചെരുപ്പ് വാങ്ങി. ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം ഓർത്ത് അതുവഴി വരുന്ന വഴി ട്യൂഷൻ ക്ലാസ്സിലേക്ക് ആക്കാമെന്ന് കരുതി. അങ്ങനെ 5 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ട്യൂഷൻ ക്ലാസ്സിലേക്കാക്കി. അങ്ങനെ കുഞ്ഞാപ്പിക്കും കൂടെ ഒരു ചെരുപ്പൊക്കെ വാങ്ങി. അങ്ങനെ കൊച്ചൂട്ടന് വാങ്ങുമ്പോൾ അവനും ബഹളമാണ്. പിന്നെ നേരെ വീട്ടിൽ വന്നു, സന്ധ്യയായി, വിളക്ക് കത്തിച്ചു. പിന്നെ നാമം ചൊല്ല് കാര്യങ്ങളൊക്കെയാണ്. സന്ധ്യസമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 8-8:30 മണിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി സമയം കുഞ്ഞാപ്പി TV വെച്ചൊക്കെ കൊടുക്കാറുണ്ട്. അവൻ TVയും കണ്ട് അവിടെ അങ്ങനെ ഇരിക്കും. ആ സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും കേട്ടോ. കൊച്ചൂട്ടൻ ആ സമയം അവന് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഹോംവർക്ക്, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം. അങ്ങനെ പോകും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. ആ സമയത്ത് ഇവന്മാർ അടങ്ങിയിരിക്കുന്ന സമയത്ത് എനിക്ക് അതൊക്കെ നടക്കാറുള്ളൂ. പിന്നെ അല്പസമയം ഞാൻ എൻ്റേതായ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകാറുണ്ട്. പിന്നെ കൊച്ചുട്ടനെ പഠിപ്പിക്കണം, അവൻ്റേതായ ഹോംവർക്ക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതൊക്കെ അവൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അവൻ്റേതായ കാര്യങ്ങൾ കുറച്ച് സമയം അവൻ്റെ കൂടെ ചിലവഴിക്കണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കും എല്ലാവരും കൂടെ ഒരു 9:30 മണിയൊക്കെ ആകുമ്പം. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ രാവിലെ ഇപ്പോൾ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തിപ്പൊടി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ കിഴങ്ങ് വെച്ച് അത് ചേട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെയാണ് ചേട്ടൻ ഉണ്ടാക്കാറ്, എങ്കിലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കൂട്ടി ഞാനും കുഞ്ഞാപ്പിയും കൂടാണ് ചോറ് കഴിക്കുന്നത്. ചേട്ടനും കൊച്ചൂട്ടനും കൂടെ നേരത്തെ കഴിച്ചായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, കുഞ്ഞാപ്പിക്കും വാരിക്കൊടുത്തു. ഞാനും കൂടെ ചോറുണ്ണാനായിട്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം പിന്നെ കുഞ്ഞാപ്പിയായിട്ടുള്ള കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കും. ഒരു 9:30 9:45 ആകുന്നിടം വരെ കുഞ്ഞാപ്പി പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത് കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഒരു 11-11:30 ആകുമ്പോഴാണ് ഞാൻ മിക്കവാറും ഉറങ്ങാറുള്ളത് കേട്ടോ. അതിൽ ലേറ്റ് ആയാലേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഫുഡ് കഴിച്ച് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു ആ സമയമൊക്കെ ആകാറുണ്ട്. ഒരു 11 മണിയൊക്കെ കഴിയും. ആ സമയത്താണ് ഞാൻ കിടക്കാറ്. പിന്നെ ഒരു നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയും പോലെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാറുണ്ട് എപ്പോഴും കേട്ടോ. അത് ഞാൻ മുടക്കാറില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അലോവേരയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പം നല്ലത് റിസൾട്ടാണ് അത് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ഒരു മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട് നല്ല ക്രീമാണിത് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.